പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു കേക്ക് വേണം. പക്ഷെ അതിൽ ക്രീം ഇഷ്ടവുമല്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാകട്ടോ ഈ ആനിവേഴ്സറി കേക്ക്. നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഗ്ലാസ്സാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്ലാസ് വേണമെങ്കിലും അളവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ആട്ടപ്പൊടി എടുക്കുക. നിങ്ങൾക്ക് മൈദയോ മറ്റേത് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടുത്തെ തൽക്കാലം ആട്ടപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സോ ഒരു കപ്പ് ആട്ടപ്പൊടി ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഈ പൊടിയെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം. ബേക്കിംഗ് പൗഡറാണ് കേട്ടോ അധികമായിട്ട് യൂസ് ചെയ്യേണ്ടത്. എന്നാലേ ആ നല്ലതായിട്ട് ഇത് പൊങ്ങി വരത്തുള്ളൂ. പൊടിയെല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഒരരിപ്പിലൂടെ അരിച്ചെടുക്കണം. അപ്പോൾ ഇനി ഒരു ബൗളിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് ഈ പൊടികളെല്ലാം നല്ലോണം അരിച്ചെടുക്കാം. കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കേക്കിൽ നല്ല കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ബേക്കായിട്ട് കിട്ടും. രണ്ട് ബാച്ചായിട്ട് നമ്മളിപ്പോൾ ഇത് പൊടിയെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇനി ഒരു ബൗളെടുത്ത് 3 കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. നമ്മളൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ മാവെല്ലാം അളന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ ഒരു 1/2 ഗ്ലാസ് പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം ഷുഗറിന് വേണ്ടിയിട്ട്. സാധാരണഗതിയിൽ കുറച്ചധികം ഷുഗർ വേണ്ടിയവർക്ക് ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര വരെ ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് മധുരം ഇച്ചിരി കുറവ് ഇഷ്ടമുള്ളവരായതുകൊണ്ട് ഞങ്ങൾ 1/2 ഗ്ലാസ് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഇനി വേണ്ടിയത് ഒരു സ്പൂണ് വാനില എസൻസ് ആണ്. വാനില എസൻസ് അല്ലെങ്കിൽ വാനില എക്സ്ട്രാക്റ്റ് ആണെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വാനില എസൻസ് ആണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലോണം ബീറ്റ് ചെയ്ത് ഒന്നും എടുക്കണം കേട്ടോ ഹൈ സ്പീഡിലേക്ക്. അങ്ങനെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഈ മുട്ടയുടെ മിക്സിലേക്ക് ചേർക്കാം. സോ ബാച്ച് വൈസ് കുറേശ്ശെ വെറ്റ് മിക്സിലേക്ക് ഇട്ടിട്ട് ഫോൾഡിങ് മെത്തേഡ് വഴി പതിയെ ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ കുരിശ് വരച്ച് പയ്യെ അത് ഫോൾഡ് ചെയ്ത് എടുക്കണം. ഓവർ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ബേക്ക് ചെയ്യുന്നിടത്ത് കേക്ക് ശരിയായിട്ട് വരില്ല. അതുകൊണ്ട് ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്യാതെ പയ്യെ ഇതുപോലെ ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ഫോൾഡ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഫോൾഡ് ചെയ്തപ്പോൾ എനിക്ക് ലാസ്റ്റ് മാവ് കുറച്ച് കട്ടിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതിലേക്ക് ഞാൻ കുറച്ച് പാൽ മിക്സ് ചെയ്ത് ആണ് ബാക്കി ഫോൾഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് എത്തുന്നത് വരെ കുറേശ്ശെ പാലൊഴിച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ലംസ് എല്ലാം ഉടച്ച് കളയുന്ന രീതിയിൽ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കുക. നമ്മളുടെ ബാറ്ററൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് ഈ ബാറ്ററിൽ നിന്ന് ഒരു 1/4 ഭാഗം വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ മാർബിൾ കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് ചോക്ലേറ്റ് കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾക്ക് ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഭാഗം ബാറ്റർ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി ചേർക്കേണ്ടത് ചോക്കോ പൗഡറാണ്. ചോക്കോ പൗഡർ നേരിട്ട് ഇതിലേക്ക് ചേർക്കുന്നതിന് നല്ലത് കുറച്ച് പാലിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ലിക്വിഡ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി മിക്സ് ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് പാലിലേക്ക് ഇത് മിക്സ് ചെയ്തിട്ട് ബാറ്ററിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ബാറ്ററൊക്കെ നമ്മളിപ്പം നല്ലോണം മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്.
ഇനി നമുക്ക് വേണ്ടിയത് ഒരു കേക്ക് ടിന്നാണ്. മെറ്റലിൻ്റെ കേക്ക് ടിന്നാണ് ഏറ്റവും നല്ലത്. സോ ഒരു കേക്ക് ടിൻ എടുത്ത് അതിലേക്ക് നമുക്ക് പാച്ച്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ എന്ന് പറയാം, അത് ലൈനിങ് ആയിട്ട് വെച്ച് കൊടുക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഒരു A4 ഷീറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഇതിൽ ലൈനിങ് ആയിട്ട് വെച്ച് കൊടുത്താൽ മതി. ഞാൻ കുക്കറിലൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് സാധാരണഗതിയിൽ അങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം കാണുന്നത് പോലെ വെള്ള, അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോക്കോ മിക്സ്, പിന്നെ വീണ്ടും മാരില മിക്സ്, പിന്നെ വീണ്ടും ചോക്കോ മിക്സ്, അങ്ങനെ നമുക്ക് മാറി മാറി ഒഴിച്ച് കൊടുക്കാം ബാറ്റർ. ബാറ്റർ നമ്മൾ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു നൈഫോ ഉപയോഗിച്ച് നമുക്കിതുപോലെ ഇഷ്ടമുള്ള ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇതിൽ എങ്ങോട്ട് വരഞ്ഞാലും നല്ല രസമുള്ള ഡിസൈൻസ് വരും കേട്ടോ, അതുകൊണ്ട് പ്രശ്നമില്ല. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ ഒന്ന് ടാപ്പ് ചെയ്ത് അതിനകത്തുള്ള എയർ ബബിൾസ് കളഞ്ഞിട്ട് നമുക്ക് ഓവനിലേക്ക് വയ്ക്കാം. ഞാൻ 15 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനാണിത്. 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനാണിത്. ഇതിലേക്കാണ് ബാറ്റർ വെച്ചിരിക്കുന്നത്. ഇനി കുക്കിംഗ് ടൈം ഏകദേശം 40 to 45 മിനിറ്റ്സ് വരും കേട്ടോ. ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പുറത്തെടുത്ത കേക്കാണ് കേട്ടോ ഇത് ഞാൻ ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയപ്പം നല്ലോണം ഉള്ളിലൊക്കെ ബേക്കായിട്ടുണ്ടായിരുന്നു. സോ ഞാനിപ്പം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കൂളിംഗ് റാക്കിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് പേഴ്സണലൈസ് ചെയ്തെടുക്കാനുണ്ട്. അപ്പം ഞാൻ ചോക്ലേറ്റിൽ ഒരു ഡിസൈൻ മുന്നേ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഈ കേക്കിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുന്നതേ ഉള്ളൂ. കേക്ക് ചൂടാറാൻ നേരത്ത് പതിയെ ഇതും അതിനോട് ചേർന്ന് നന്നായിട്ട് വരും കേട്ടോ. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ചെയ്ത കേക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.